ആൽവി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സോറിടാ, പെട്ടെന്ന് വിളിച്ചു പറയാൻ പറ്റിയില്ല. ഞാൻ കയറി ചെന്നപാടെ എന്നെയും വലിച്ചുകൊണ്ട് വരുമായിരുന്നു. അവരുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാനും പറ്റിയില്ല. ഞാൻ അവിടെ പേടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ നീ വിളിച്ചു പറയാത്തത് അത് നിനക്ക് പറ്റാത്തതുകൊണ്ടല്ലേ? അതുകൊണ്ട് സാരമൊന്നുമില്ല. പിന്നെ ജേഡന് ഞാൻ ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. വിളിച്ചപ്പോഴേക്കും അങ്ങേരെത്തി. ഇപ്പം തന്നെ കുറേ റീസൺസ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. ആദമിനാണെങ്കിൽ ഭയങ്കര ഡൗട്ടുണ്ട് ഞാൻ എങ്ങോട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്നതെന്ന്. ആ പബ്ബിലെ ഓണർ ഫ്രണ്ട് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം. പക്ഷെ അവനെങ്ങാളും കയറി വല്ല CCTVയും തപ്പിയാൽ ഞാൻ തീർന്ന്. എന്താ ഇപ്പം ചെയ്യുക? അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക, നീ എങ്ങോട്ടായി പോകുന്നത്, നീ എങ്ങോട്ടായി പോകുന്നതെന്ന്. പിന്നെ അവൻ്റെ ഇടയ്ക്കത്തെ സംസാരം കേൾക്കുമ്പോൾ നല്ല ചൊറിഞ്ഞു വരുന്നുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ക്രിസ്റ്റി. എങ്ങാനും അവന്മാർക്ക് ഡൗട്ട് അടിച്ചാൽ തീർന്ന്. പിന്നെ ആദം, അവൻ്റെ ദേഷ്യം കാര്യമാക്കൊന്നും വേണ്ട. അത് പുറത്ത് കാണിക്കുന്ന ഈ ഒരു ഷോയേ ഉള്ളൂ. ഉള്ളി പോലെ പൊളിച്ചു പൊളിച്ച് നോക്കിയാൽ അതിനകത്തൊന്നുമില്ല. അത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. പിന്നെ എന്തിനാ അവൻ പറയുന്നൊന്നും സീരിയസ് ആയിട്ട് എടുക്കുകയേ വേണ്ട. അല്ല ക്രിസ്റ്റി, ആദ്യം എപ്പോഴും നിന്നോട് മാത്രം ഇങ്ങനെയെന്നാണല്ലോ എല്ലാവരും പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വലിയ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇനി പാസ്റ്റ് അല്ലെങ്കിൽ കോളേജ് ടൈമിലെ തൊട്ട് എനിമീസ് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? എന്റെ പൊന്നാരിയെ, നീ ഒന്ന് വായടച്ചിട്ടിരിക്കൂ. ഒരു കഥ കേട്ട് കഴിഞ്ഞിട്ട് പോരെ അടുത്ത കഥ. തൽക്കാലത്തേക്ക് ഇച്ചായൻ ഇവരെ കൊണ്ടുപോകത്തില്ലേ? അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. കുറച്ച് ദിവസത്തേക്ക് മതി. ഞാൻ അപ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് സെറ്റാക്കിക്കോളാം. എന്ത് കുഴപ്പം വരാൻ? ഒരു പ്രശ്നവും വരില്ല. ഇവരങ്ങോട്ടേക്ക് വരുന്നതിൽ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കും. പിന്നെ എത്ര കാലം നിന്നാലും ഒരു കുഴപ്പമില്ല. പുതിയൊരു താമസ സ്ഥലം കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി അത് കണ്ടുപിടിച്ച് അവന്മാരത് പൊക്കി. അതിനേക്കാളും ഭേദം ഇവരവിടെ നിന്നോട്ടെ. ഇവരവിടെയാ നിൽക്കുന്നതെന്ന് അവര് കണ്ടുപിടിക്കാനുള്ള ചാൻസ് കുറവാ. അതൊന്നും വേണ്ട ചായ. കുറച്ച് കാലത്തേക്ക് ഒരു താമസ സ്ഥലം അത് മതി. അപ്പോഴേക്ക് ക്രിസ്റ്റി എന്തെങ്കിലും പുതിയത് കണ്ടുപിടിച്ചോളും. ഞങ്ങൾ അവിടെയാ താമസിക്കുന്നതെന്ന് ജസ്റ്റ് എങ്ങാളും അറിഞ്ഞാൽ അത് നിങ്ങളുടെ ഫാമിലിക്കും കൂടി മോശമാണ്. ഒന്നാമത് സാറ് പ്രഗ്നൻ്റാ. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ക്രിസ്റ്റി, നീ ഒരു സ്ഥലം നോക്ക്. ഒരു 1 വീക്ക് അവിടെ അതിനുള്ളിൽ ആവത്തില്ലേ? ഒരു 1 വീക്ക് വേണമെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കാം. എങ്ങനെയാണെങ്കിലും എനിക്ക് ഓക്കെയാ. എന്നാ പിന്നെ ഇവിടെ നിൽക്കണ്ടല്ലോ, നമുക്ക് അങ്ങ് പോവുമല്ലേ? ജിത്തു ഏട്ടാ, എന്നെ എടുക്കുക. ഞാൻ ഡിസ്കോ ഡാൻസ് കളിക്കുവാടാ. കൂടുന്നോ? ഡിസ്കോ ഡാൻസോ? എന്നിട്ട് എവിടെ DJ ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഓ എന്റെ ദൈവമേ, നിന്റെ തലയ്ക്കകത്തൊക്കെ എന്താടാ? അവന്റെ തലയ്ക്കകത്ത് പണ്ടേ ആൾ താമസം ഇല്ലല്ലോ. അത് തന്റെ തലയ്ക്കകത്താടോ അണ്ണാങ്കുഞ്ഞ്. മതി രണ്ടെണ്ണം അടിവെച്ചത്. അണ്ണാങ്കുഞ്ഞും പൊട്ടാസും ഒന്നും മിണ്ടാതിരിക്കുവോ? ജിത്തു ഏട്ടാ, ആൽവി എവിടെയാന്ന് അറിയോ? അവനെവിടെയാന്ന് നീ എന്തിനാ അറിയുന്നേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കാതെ പോയ ഫിലിക്സ്, എനിക്കിവിടെ വേറെ പണിയുണ്ട്. അതെങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമാവുന്നേ? എൻ്റെ ഫ്രണ്ടല്ലേ? നിന്റെ ഫ്രണ്ടിന്റെ മാഹാത്മ്യം എന്നെ കൊണ്ട് വിളമ്പിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. മിണ്ടാതെ പൊക്കോ ഫിലിക്സെ, എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ? ആൽവി, എന്നിട്ട് എന്താ സംഭവിച്ചേ? നിന്നെയും ക്രിസ്റ്റീനെയും ജസ്റ്റ് അങ്ങോട്ട് വിളിച്ചു, എന്നിട്ടോ? ഡാ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. നിന്റെ പേരെന്താടാ? എൻ്റെ പേര് ക്രിസ്റ്റി. നിനക്കെന്താ പേരില്ലേ? ആൽവി, പേര് പറയടാ. അവന്റെ പേര് ആൽവിൻ, ആൽവിൻ ജേക്കബ്. അതെന്നാ പേര് പറയാൻ ഇവന് നാക്കില്ലേ? എനിക്ക് നാക്കൊക്കെ ഉണ്ട്. എൻ്റെ പേര് ആൽവിൻ, ആൽവിൻ ജേക്കബ്. ഓ, അപ്പൊ ആദ്യത്തെ പ്രാവശ്യം മനഃപൂർവ്വം പേര് പറയാതെ ഞങ്ങൾക്ക് ഇട്ടാക്കിയതാണല്ലേ? അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നുമില്ല. അവൻ പേടിച്ചോണ്ട് പറയാത്തതാ. അപ്പൊ നിനക്കെന്നാ പേടിയില്ലേ? അവന് പേടിയില്ലാത്തത് കൊണ്ടാണല്ലോ അവൻ ആദ്യമേ പേര് പറഞ്ഞത്. പിന്നെ എനിക്ക് പേടിയായതുകൊണ്ടൊന്നല്ല. കണ്ടവരോടൊക്കെ ഞാൻ എന്തിനാ എന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? ഓ, അപ്പൊ രണ്ടുപേർക്കും പേടിയേ ഇല്ല അല്ലേ? പേടിക്കാൻ നിങ്ങളാര് ഇവിടുത്തെ രാജാക്കന്മാരോ? നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ക്രിസ്റ്റി, നീ വന്നേ, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഇവന്മാരാള് കൊള്ളാലോ.
ആദ്യമായിട്ടാ ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചലഞ്ച് ചെയ്യുന്നത്. എടാ ആൽവി, ഇവിടത്തെ ക്യാൻറ്റീനിലെ ഫുഡ് അടിപൊളിയാന്നാ കേട്ടെ. നമുക്കൊന്ന് പോയി തട്ടിയാലോ? പോവാലോ. പക്ഷേ പൈസ നീ കൊടുക്കൂലേ? അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഏത് കഥയിലാണെങ്കിലും. സോ സാരില്ല, ഞാൻ തന്നെ കൊടുത്തോളാം. വാ. എവിടെ നോക്കിയാടി നീയൊക്കെ നടക്കുന്നേ? പെൺകുട്ടികളുടെ ദേഹത്ത് കൈവയ്ക്കുന്നോടോ? ഹല്ലേലൂയ, സ്തോത്രം. ഡാ, നിന്നെ ഞാൻ... അത് വേണ്ട, എന്റെ ഫ്രണ്ടിന്റെ ദേഹത്ത് കൈവയ്ക്കണ്ട. അപ്പൊ ഇവൻ ആദമിന്റെ ദേഹത്ത് കൈവച്ചതോ? അതോ? ആൽവി, നമുക്കോടാം. ഓടിക്കോ! എന്നാലും എൻ്റെ ക്രിസ്റ്റി, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിനക്ക് ഞങ്ങൾ രാവിലെ ക്ലാസ് എടുത്ത് തന്നതല്ലേ അവന്മാരുമായിട്ട് യാതൊരു പ്രശ്നത്തിനും പോരുതെന്ന്. എന്നിട്ടും നീ, അതും ആദമിനെ നീ തല്ലി. ഓ മൈ ഗോഡ്. എടി, അത് ഞാൻ വേണോന്ന് വെച്ച് ചെയ്തതല്ല, അപ്പത്തെ ഒരു കൈത്തരിപ്പിന് ചെയ്തു പോയതാ. പിന്നെ അയാളുടെ ഷൂലേക്ക് കുറച്ച് കറി വീണു വെച്ചാൽ ആ പെങ്കൊച്ചിനെ അടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പാവം കുട്ടി കരഞ്ഞു പോയില്ലേ? അവന്റെ ഒടുക്കത്തൊരു കൈത്തരിപ്പ്. നാളെ തൊട്ടിനി എന്താവുമെന്ന് ദൈവത്തിനറിയാം. ഒന്നാമത് ആ സാധനങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം പരമ ചെറ്റകളാണെന്ന്. എന്തായാലും രണ്ടുപേർക്കും എന്റെയും ഇവളുടെയും വക ഓൾ ദ ബെസ്റ്റ്. നന്നായി വരട്ടെ. കോളേജ് മുഴുവൻ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഫേമസ് ആയിട്ടുണ്ട്. എല്ലാവരുടെയും സംസാരം അതാ. ആദമിനെ അടിച്ച പയ്യൻ, അവനെ എതിർക്കാൻ നിന്ന പയ്യൻ. ഓ മൈ ഗോഡ്. അതൊക്കെ പോട്ടെ, ഇത്രയും നേരം പുറത്തിറങ്ങാണ്ട് ഇവിടെ ഇരുന്നു. ഇപ്പൊ ബെല്ലടിക്കും. വീട്ടിൽ പോണെങ്കിൽ ഉറപ്പായിട്ടും പുറത്തിറങ്ങണം. അവന്മാരുടെ മുമ്പിൽ എങ്ങാനും പോയി പെട്ട എങ്ങനെ പോവും? അതിനൊറ്റ വഴിയേ ഉള്ളൂ, പുറത്തിറങ്ങുക, തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊള്ളുക. അല്ല, നമ്മൾ ഈ ഓടിപ്പോയി കറക്റ്റ് അവന്മാരുടെ മുമ്പിലാണ് പെടുന്നതെങ്കിൽ എന്തു ചെയ്യും? അവരുടെ മുമ്പിലാണ് പോയി പെടുന്നതെങ്കിൽ പേടിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം എന്താണെന്നറിയോ? പേടിക്കാനുള്ള സാവകാശം പോലും തരാതെ അവർ നമ്മളെ പറിച്ചുപ്പിലിട്ടോളും. ക്രിസ്റ്റി, നീ കയറിക്കോട്ടോ. ഞാൻ വാർഡൻ ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് കയറിക്കോളാം. മമ്മീനെ കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോണോടാ. ആടാ, നീ പോയിട്ട് വാ. നേരത്തെ കയറണേ, അറിയാലോ ആ വാർഡന്റെ സ്വഭാവം. പിന്നെ മമ്മീനോട് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞേക്കിട്ടോ, പപ്പേനോട്. ഇതാരാ ഈ ഡോറൊക്കെ തുറന്നിട്ടിരിക്കുന്നേ? ദൈവം, ഇനി വല്ല കള്ളനും കയറിയോ? ഹായ്, ഞാനാ നിങ്ങളുടെ പുതിയ റൂംമേറ്റ്. കർത്താവേ, ഇതെന്ത് ജീവി? നിന്റെ തലേന്റെ മുകളിൽ ഇതെന്താ? അയ്യോ, പേടിക്കണ്ട സേട്ടാ, ഞാൻ മനുഷ്യനാ. ഇനി ഈ സാധനം അത് കുറച്ച് ക്യൂട്ട്നെസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് തലക്കെടുത്ത് വെച്ചതാ. അവന്റെ ഒരു ക്യൂട്ട്നെസ് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പിന്നെ എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട, ഞാൻ ഫസ്റ്റ് ഇയറാ. ഫസ്റ്റ് ഇയർ ആയിരുന്നോ? ഞാൻ വെറുതെ ചേട്ടന്മാരായിരിക്കും റാഗ് ചെയ്യാതിരിക്കാൻ ഈ സാധനമൊക്കെ തലക്കേറ്റി വെച്ചത്. എനിവേ, എന്റെ പേര് ഫെലിക്സ്. ഇയാളുടെ പേരെന്താ?
എൻ്റെ പേര് ക്രിസ്റ്റി. പിന്നെ വേറെ ഒരുത്തനും കൂടി ഉണ്ട്, അവൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങ് വരും. അതെ, ഞാനിവിടെ പുതിയതായതുകൊണ്ടേ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും കിട്ടിയില്ല. സോ ഫ്രണ്ട്സ്. ആ ഫ്രണ്ട്സ്. അല്ല, നീ എന്നാ ഇന്ന് ക്ലാസ്സിലേക്ക് വരാത്തെ? അത് പിന്നെ ക്രിസ്റ്റി, ഇന്നലെ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു. പക്ഷെ ഇന്നലെ കയറേണ്ട ട്രെയിൻ എനിക്ക് ചെറുതായിട്ടൊന്ന് മിസ്സായി. അപ്പൊ പിന്നെ ഇന്ന് വരാലോ എന്ന് കരുതി ഇന്ന് രാവിലെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഉച്ചയായി ഇവിടെ എത്തിയപ്പോൾ. പിന്നെ ക്ലാസ്സിലേക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാ വരാത്തെ. വെരി ഗുഡ്, ഐ അപ്രിഷിയേറ്റ് യു. കുട്ടികളായാൽ ഇങ്ങനെ തന്നെ വേണം. നല്ല കുട്ടി. ഡാഡാ, ആ നടന്നു വരുന്ന ഐറ്റത്തിനൊന്ന് നോക്കിയേ. നമ്മുടെ പെമ്പിള്ളേർ കൊണ്ടോടാ ഇത്രയും ലുക്ക്. ശരിയാട്ടോ, ഇവിടെ എങ്ങും കാണാത്തൊരുത്തൻ. ഇത് നമ്മ കോളേജിൽ പഠിക്കുന്നതാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട്. എടാ, എനിക്ക് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടടാ. ഇതാ മറ്റവനല്ലേ, ആ ജസ്റ്റിയുടെ ഗ്രൂപ്പുമായിട്ട് അടിയുണ്ടാക്കിയ ക്യാൻറ്റീനിൽ വെച്ച് ഒരുത്തൻ ആദമിന്റെ ചള്ളക്കിട്ട് പൊട്ടിച്ചില്ലേ, അവന്റെ കൂടെ ഉണ്ടായിരുന്നവൻ. ഷിങ്കിടി ഇല്ലാന്ന് തോന്നുന്നു, ഒറ്റയ്ക്കാണല്ലോ ഇറങ്ങി നടപ്പ്. പക്ഷെ നീ പറഞ്ഞപ്പോഴാ ശ്രദ്ധിച്ചേട്ടോ, നല്ല ഫിഗർ ആട്ടോ. ഗേൾസിനേക്കാളും കൊള്ളാം. ഒന്ന് പൊക്കിയാലോ? അതെ, പൊക്കാൻ അവിടെ കൊണ്ടുപോയി ചെന്ന് നിന്നുകൂട്. അവൻ അടിച്ചു നിന്റെ ഷേപ്പ് മാറ്റും. വെറുതെ എന്തിനാടാ കാർത്തിക് ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് പോലെ നമുക്ക് ഇങ്ങനെ വായി നോക്കിയിരിക്കാം. അവൻ നിന്റെ ചെള്ളയടിച്ച് പൊട്ടിക്കുന്നതിന് മുമ്പേ പുറകെ വരുന്നവൻ തൂക്കിയെടുത്ത് നിന്നെ പൊറോട്ട അടിക്കും. പുറകെ വരുന്നവനോ? ഏത് പുറകെ? ജസ്റ്റ് എന്താ ഇവന്റെ പുറകെ? ഇത് അവന്റെ പുറകെയൊന്നും അല്ല, അവൻ ഈ വഴി പോയപ്പോ പോയതായിരിക്കും. നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാതെ. ഡാ ചെറുക്ക, ഇങ്ങോട്ട് വാടാ. എന്താ? എന്തിനാ എന്നെ വിളിച്ചേ? ഒന്നുമില്ലടാ മോനെ, വെറുതെ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചതാ. മോന്റെ പേരെന്താ? നിങ്ങൾക്ക് എന്തിനാ എന്റെ പേര്? നിങ്ങൾ ആരാ? എന്തിനാ വെറുതെ എന്നെ വിളിച്ചേ? പോയ അങ്ങോട്ട്. ബാക്കിയുള്ളവന് വേറെ പണിയുണ്ട്, അപ്പോഴാണ് അവന്മാരുടെ. അങ്ങനെ അങ്ങ് പോവാതെ മോനെ, ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോ. എനിക്കത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുന്നേന്ന് മാറിയേ. മാറാൻ. മാറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? തല്ലുവോ? ആദമിനെ തല്ലിയതുപോലെ. അവൻ തല്ലിയപ്പോ നോക്കി നിന്നു, ഞങ്ങളതുപോലെ നോക്കി നിൽക്കുമെന്ന് മോന് തോന്നുന്നുണ്ടോ? ഏതായാലും നീ ആള് കൊള്ളാം. പൂച്ചക്കുട്ടിയുടെ ലുക്കും പുലിക്കുട്ടിയുടെ ഉഷിരും. ഞങ്ങൾ നിന്നെ പിടിച്ച് വിഴുങ്ങാനൊന്നും അല്ല ചോദിച്ചത്. ഞങ്ങൾ നിന്റെ കോളേജിലെ സെയിം സീനിയേഴ്സ് തന്നെയാ. നിന്റെ പേര് മാത്രമല്ലേ ചോദിച്ചുള്ളൂ, നിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഏതായാലും പേര് പറയാൻ നിനക്ക് പറ്റാത്ത സ്ഥിതിക്ക് നീ എന്തെങ്കിലും ഞങ്ങൾക്ക് തന്നിട്ട് പോയാ മതിയടാ. അവന് പകരം ഞാൻ തന്നാ മതിയോ മൈ ഡിയർ സീനിയേഴ്സേ? ജസ്റ്റി, നീ എന്താ ഇവിടെ? ഞങ്ങൾ വെറുതെ അവനുമായിട്ടൊന്ന് പരിചയപ്പെടുമായിരുന്നു, വേറൊന്നുമില്ല. അതാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. നിന്നോട് ഞാൻ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ നിൽക്കാനല്ലേ പറഞ്ഞേ? നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇന്ന് നടന്നേ. നീ രാത്രി ടൈമിൽ ഇവിടെ ഒറ്റയ്ക്ക് എന്തെടുക്കുമായിരുന്നു? ഈ പാർട്ട് അത്രയ്ക്ക് നല്ല സ്ഥലമൊന്നും അല്ല കേട്ടോ. രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുകയൊന്നും വേണ്ട, അത് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഗേൾസ് ഹോസ്റ്റൽ ആയതുകൊണ്ട് അവന്മാർ എപ്പോഴും ഇവിടെ കാണും. അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും നിൽക്കണ്ട. നിനക്ക് ഹോസ്റ്റലിൽ കയറേണ്ട സമയമായില്ലേ? അത് ഞാൻ മമ്മീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതാ. അപ്പോൾ വരുമ്പോൾ കുറച്ച് ലേറ്റായി. എനിക്ക് അറിയില്ല എനിക്ക് ഏറ്റുമെന്ന്. വാർഡൻ ഗേറ്റ് അടച്ചോന്ന് ആർക്കറിയാം. നിന്റെ വീട് ഇവിടെ അടുത്താണോ? പിന്നെന്തിനാ നീ ഹോസ്റ്റലിൽ നിൽക്കുന്നേ? മമ്മിയുടെ കൂടെ അങ്ങ് വീട്ടിൽ പോകാൻ മേലായിരുന്നു. അടുത്തൊന്നുമില്ല, അത്യാവശ്യം ദൂരമുണ്ട്. ഡെയിലി ബസ്സിന് പോയി വരവ് നടക്കൂല, അതുകൊണ്ടാ ഹോസ്റ്റലിലേക്ക് മാറിയ. മമ്മീനെ ഇവിടെ ഉള്ള ഒരു ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് എപ്പോഴും, അതുകൊണ്ടാ. എന്നാ നിന്റെ കൂട്ടുകാരനെയും കൂടെ കൂട്ടാൻ മേലായിരുന്നു. ഭയങ്കര ഉഷിരുള്ളവനല്ലേ, ആരെയും കയറി തല്ലത്തില്ലേ. എന്തായാലും ആദമിനെ തല്ലിയതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, അവനത് അപ്പത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാ. അത് സീരിയസ് ആയിട്ട് എടുക്കല്ലേ എന്ന് ഫ്രണ്ടിനോട് ഒന്ന് പറയൂ പ്ലീസ്. ഞാനെന്തിനാ പറയുന്നേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളെ പേടിയേ ഇല്ലല്ലോ, പിന്നെന്തിനാ പേടിക്കേണ്ട ആവശ്യം? അതെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളെ ഭയങ്കര പേടിയാ. അത് അപ്പത്തെ ഒരു ഷോയ്ക്ക് വേണ്ടി പറഞ്ഞതാ. പ്ലീസ് ഏട്ടാ, ഒന്ന് ഫ്രണ്ടിനോട് പറയൂ. നീ ആള് കൊള്ളാലോടാ.
ഞാൻ പറഞ്ഞ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും പറഞ്ഞു നോക്കട്ടെ. നീയും കൊള്ളാം, നിന്റെ ഫ്രണ്ടും കൊള്ളാം. നടക്ക്. താങ്ക്സ്. അതെ, അവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ? അതെന്താ? അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാ നിന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നേ? വേണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയി പറഞ്ഞേക്കാട്ടോ, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവരോട് ഇനി പറയൊന്നും വേണ്ട. അപ്പൊ നമ്മൾ തമ്മിൽ ബന്ധമുണ്ടോ? അത് അത് ഇല്ല. ഓ, അപ്പൊ ബന്ധം ഇല്ലല്ലേ? എന്നാ ഞാൻ പോയി പറഞ്ഞേക്കാം. വേണ്ട, ബന്ധമുണ്ട്. ബന്ധമുണ്ടോ? എന്ത് ബന്ധം? നമ്മൾ തമ്മിൽ എന്താ? എന്തായാലും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനി ഇങ്ങനെ ഇറങ്ങി ഈ ഭാഗത്തു കൂടി നടക്കാനൊന്നും നിൽക്കണ്ട. വാ, ഞാൻ നിന്നെ കൊണ്ടേ ഹോസ്റ്റലിലാക്കാം. വാർഡനോട് ഞാൻ സംസാരിച്ചോളാം. ரகசிய அறையில் ஒத்திகை பார்த்திடவா சிறகச் சிறக உன்னில் என்னை தொலைத்த மொழி சொல்லவா சொல்லால் சொல்